വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മഹേന്ദ്രനാണെങ്കിൽ റസാക്കിനോട് പറയുന്നുണ്ട്, ഉള്ള ഒരു മകനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞു, എന്തായാലും കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല, ഇനിയുള്ളത് ഈ മകള് കൂടിയാണ്, അവളെങ്കിലും കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ എന്നറിയാനാണ്, അവസാന കാലത്ത് ഇത്തിരി വെള്ളം തരാനെങ്കിലും അവൾ ഉണ്ടാകുമോ എന്നറിയണം, അതിനുള്ള അവസാന ശ്രമമാണ്, റസാക്ക് ഒന്ന് കണ്ടുപിടിച്ച് തന്നാൽ മാത്രം മതി, ആ ഒരു സഹായം ചെയ്തു തരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവിടെ പിള്ളയും പിന്നെ ശിവനും കൂടി ചേർന്ന് രാഘവൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം രാഘവൻ നേരെ പരിശോധിക്കുകയാണ്, പിള്ള കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു അല്ല, ശിവൻ പുറത്ത് നിൽക്കുകയാണ്. അന്നേരം ഡോക്ടർ പരിശോധിക്കുമ്പോൾ വിഷ്ണു പുറത്തുണ്ടോ ഡോക്ടറെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. കണ്ണാടിയൊക്കെ ഊരിയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അത് മാറ്റണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും കൂടെ വിഷ്ണു ഉണ്ടോ, എൻ്റെ മോനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സമാധാനമായിട്ട് വിശ്രമിക്കണം, വിഷ്ണു പുറത്തുണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം ശിവനെ കാണുന്നുണ്ട്. അന്നേരം എന്തായി ഡോക്ടറും ചോദിക്കുമ്പോൾ പ്രഷർ കൂടിയതാണ്, തക്ക സമയത്ത് കൊണ്ടുവന്നത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അഡ്മിറ്റ് ആകേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുറച്ച് സമയം കഴിഞ്ഞ് തിരികെ പോകാം, നല്ല ഉറക്കക്കുറവുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം, ബാക്കി കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. അന്നേരം ഒന്ന് കാണാനായിട്ട് എന്ന് പറയുമ്പോൾ കയറി കണ്ടോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് ശിവനാണെങ്കിൽ അകത്തേക്ക് കയറുന്നുണ്ട്. ശിവനെ കാണുമ്പോൾ രാഘവൻ നേർക്ക് ആകെ സമാധാനമാകുന്നുണ്ട്. എഴുന്നേറ്റൊക്കെ ഇരിക്കുകയാണ്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല, ആകെ കൂടി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് നിന്നെ ഇതിനകത്ത് കയറ്റിയില്ലല്ലോ, നീ ഉണ്ടായിരുന്നെങ്കിൽ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നേരെ ഞാനിങ്ങ് വന്നില്ല, ഇനി പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ശിവൻ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ കൂടുതൽ ടെൻഷൻ ആകരുത്, എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ട് ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളിലും അങ്ങോട്ട് ഇടപെടരുത്, കുറച്ച് സമാധാനമായിട്ടിരിക്കണം എന്നൊക്കെ പറയുകയാണ്. അച്ഛനെ ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവന്ന അവസ്ഥ അറിയാമല്ലോ രാഘവൻ സാറേ എന്നിങ്ങനെ പിള്ള ചോദിക്കുമ്പോൾ അതിന് എന്താ, ഞാൻ ചത്തുപോകുമെന്ന് വിചാരിച്ചു, ഞാൻ അങ്ങനെയൊന്നും പോവത്തില്ലടോ കള്ള പിള്ളേ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ മകനെ വിഷ്ണു ഉണ്ടല്ലോ, അവനെ കാലിനെ അങ്ങോട്ട് പിടിച്ചിടിക്കും, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ഇങ്ങ് പറഞ്ഞാണ്, ആകെ സന്തോഷത്തിലൊക്കെയാണ്. ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ ശിവനെ ഫോൺ വിളിക്കുന്നുണ്ട്. അന്നേരം ഫോണിൻ്റെ ബെല്ല് കേൾക്കുമ്പോൾ ആരാന്നും പറഞ്ഞ് രാഘവൻ നേരെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അന്നേരം അത് കാശ് തരാനുള്ള ആളാണ്, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല വിടൂല എന്നും പറഞ്ഞ് ശിവനെ രാഘവൻ നേരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അന്നേരം പിള്ളച്ചേട്ടാ ഒന്ന് പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം അവൻ എവിടെ പോയോ എന്നും പറഞ്ഞ് രാഘവൻ നേരെ ബഹളം ഉണ്ടാക്കി എണീച്ച് പോകാനൊക്കെ തുടങ്ങുന്നുണ്ട്. അന്നേരം കുഞ്ഞിപ്പോൾ വരുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ വരുമല്ലേ എന്നും പറഞ്ഞിട്ട് രാഘവൻ നേരെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ശിവനാണെങ്കിൽ പക്ഷേ കമലിനെയാണ് ഫോൺ ചെയ്യുന്നത്. എന്നിട്ട് എന്താ ആശാനെന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്കൊരു സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരും ആശാനെ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ എൻ്റെ പെങ്ങളും അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനും ഉണ്ട്, അവർക്ക് നീ ഫുഡ് എത്തിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് അവരുടെ രജിസ്ട്രേഷൻ വച്ചിരിക്കുന്നത്, പിന്നെ അവരെ അവിടെ കൊണ്ടുവരണമെന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ വിവാഹമാണോ ആശാനെ എന്നിങ്ങനെ കമലൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അതേന്ന് പറയുകയാണ്, വീട്ടുകാർ ഇത്തിരി കലിപ്പിലാണ്, പിന്നെ അവൾ എന്നോട് വന്ന് കരഞ്ഞ് പറയുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യാതിരിക്കുന്നത്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനൊരു ഹോസ്പിറ്റൽ കേസായിട്ട് ഇവിടെ നിൽക്കുകയാണ്, അത് കഴിഞ്ഞ് വരാമെന്ന് നീ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം അവിടുത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് ആശാൻ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ ഏറ്റവർക്ക് ഫുഡും വാങ്ങിച്ചു കൊടുത്ത് അവരെ ഒരുക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നവരെയുള്ള കാര്യം ആശാൻ സമയത്തങ്ങ് എത്തിയാൽ മതി എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും രേഷ്മയാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ആ നഴ്സ് രമണിയെ കാണുന്നുണ്ട്. അന്നേരം ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ അത് അന്വേഷിച്ചിട്ട് എന്തായി, ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് മനഃപൂർവ്വം എടുക്കാത്തത് തന്നെയാണ്, എന്ത് പറയണമെന്ന് എനിക്കറിയാൻ ഇല്ല, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഫയല് കണ്ടെത്തിയും ചോദിക്കുകയാണ്. അന്നേരം അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായി, പക്ഷേ അതവിടെ നിന്ന് എടുക്കണം, അതെങ്ങനെയാണെന്നാണ് ആലോചിക്കുന്നതെന്ന് പറയുമ്പോൾ അത് പിന്നെ അതിൻ്റെ ഒരു കോപ്പി കിട്ടിയാലും മതി എന്ന് രേഷ്മ പറയുന്നുണ്ട്. അന്നേരം അത് അവിടെ നിന്ന് എടുത്താലല്ലേ കോപ്പി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അത് ഇപ്പോൾ നമ്മൾ ഡോക്ടറെ ഈ ആവശ്യമായിട്ട് ചെന്ന് കണ്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഫയൽ അങ്ങനെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു, അതിപ്പോൾ പുള്ളി ആയില്ലേ, ഇപ്പോൾ അതിപ്പോൾ കാണാതായാലും എന്നെ തന്നെ സംശയിക്കും എന്നിങ്ങനെ പറയുമ്പോൾ രമണി പ്ലീസ് എങ്ങനെയെങ്കിലും അതൊന്ന് സാധിച്ചു തരണം, രമണിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം, അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് രമണിക്കത് സാധിക്കും എന്നിങ്ങനെ പറഞ്ഞൊരു അപേക്ഷ എന്ന പോലെ രേഷ്മ പറയുമ്പോൾ പിന്നീട് ആ നേഴ്സാണെങ്കിൽ ഞാൻ നോക്കട്ടെ ശ്രമിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം ശാലിനിയാണെങ്കിൽ അവിടെ കളക്ടറേറ്റിൽ എത്തുന്നുണ്ട്. എന്നിട്ട് അനുപല്ലവിയോട് പറയുന്നുണ്ട്, പിന്നെ മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് വരാം, ഇതിപ്പോൾ ഇത്ര ധൃതി പിടിച്ച് ഈ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല, നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മിനിസ്റ്റർ വന്നിട്ടുള്ള ആ ഒരു ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം അവിടെ യോഹന്നാനും ഡേവിസുമാണ്, യോഹന്നാൻ്റെ മകൻ ആൻ്റണിയും ഡേവിസുമാണ് അവിടെ ഇരിക്കുന്നത്, മിനിസ്റ്ററോട് സംസാരിച്ചുകൊണ്ട്. ശേഷം ശാലിനി ചെല്ലുമ്പോൾ അവരോടൊപ്പം തന്നെ ശാലിനി ഇരിക്കുന്നുണ്ട്. അപ്പം മിനിസ്റ്റർ ആണെങ്കിൽ ആ ഒരു വെമ്പായം ഷൺമുഖൻ ആ ഒരു മന്ത്രി തന്നെയാണ്, പരിചയം
പരിചയപ്പെടുത്തുന്നുണ്ട്. പ്ലാമൂട്ടിൽ യോഹന്നാൻ്റെ മകൻ ആൻ്റണിയാണ്, മറ്റേത് അനന്തരവൻ ഡേവിസ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇവരാണെങ്കിൽ ഒരു നല്ലൊരു പ്രോജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണക്കാർക്ക് ക്യാൻസർ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശുപത്രി കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്ക് വേണ്ടി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ അതിൻ്റെ പ്രോജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ആൻ്റണിയും ഡേവിസും ഒക്കെ മാറി മാറി പറയുന്നുണ്ട് 10 പേർക്കെങ്കിൽ 10 പേർക്ക് ആശ്വാസം കിട്ടുന്ന രീതിക്കുള്ള ചികിത്സയ്ക്ക്. ഇപ്പോൾ ഇവിടെയുള്ളതെല്ലാം സാധാരണക്കാരുടെ പോക്കറ്റ് കീറുന്ന ചികിത്സയാണല്ലോ നടക്കുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ അങ്ങനെ ഒരു ആതുര സേവനം എന്ന പോലെയുള്ളൊരു ബിൽഡിങ്ങിൻ്റെ കാര്യമാണ് ഇവരിങ്ങനെ പറഞ്ഞു വരുന്നത്. പക്ഷേ അതൊരു ഉടായിപ്പ് ആണ് എന്നുള്ളത് അവരുടെ ആ സംസാരത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ വെളിവാകുന്നുണ്ട്. തുടർന്ന് എല്ലാ കാര്യങ്ങളും ഈ ഫയലിലുണ്ടെന്ന് പറഞ്ഞിട്ട് മിനിസ്റ്റർ ആണെങ്കിൽ ഒരു ഫയൽ ശാലിനി ഏൽപ്പിക്കുന്നുണ്ട്. അന്നേരം എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കുറേ നിലം നിങ്ങളുടെ ആ ഒരു വസ്തുവാണ് അവർക്ക് വിട്ടുകൊടുക്കുന്നതിനോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് മുമ്പേ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. കുറേ നിലങ്ങൾ നികത്തി പിന്നെ ഇങ്ങനെ മുമ്പൊരിക്കൽ കെട്ടിപ്പൊക്കിയതാണ്. 50 സെൻറ്റ് സ്ഥലമാണ് ചോദിച്ചത്. പക്ഷേ 100 സെൻറ്റ് സ്ഥലത്തോളം നിലമാണെങ്കിൽ മണ്ണിട്ട് നികത്തി അവിടെ ഒരു വൃദ്ധസദനത്തിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിങ് കെട്ടിപ്പൊക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ ഒരാളെ പോലും ഒരു വൃദ്ധ ആളിനെ പോലും സംരക്ഷിച്ചതായിട്ട് ഒരറിവില്ല. അതിൻ്റെ മറവിൽ ഒരു മുറി മാത്രം ഈ വൃദ്ധർക്ക് വേണ്ടി എന്നും പറഞ്ഞ് ഒഴിച്ചിട്ട് വിട്ടിട്ട് ബാക്കി എല്ലാ തരത്തിലും വലിയ വ്യാപാര സമുച്ചയങ്ങളാണ് പിന്നീട് വന്നത്. ഇതിപ്പോൾ അങ്ങനെ ആവുമെന്നല്ല പറഞ്ഞത്. പക്ഷേ അത് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വന്നിരിക്കല്ലേ, ഇതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നുള്ളത് ഞാനൊന്ന് ഫയൽ പഠിക്കട്ടെ, അതിനുശേഷം ആകാന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ട് പോവുകയാണ്. അന്നേരം ആൻ്റണിയുടെയും ഡേവിസിൻ്റെയൊക്കെ ഭാവം ഇങ്ങനെ മാറുന്നുണ്ട്. നല്ല രീതിക്കാണ് അവർ സംസാരിച്ചതെങ്കിലും. എന്നിട്ട് ശാലിനി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ അത് ശാലിനി പറയുന്നുണ്ട് ഏത് സാധാരണക്കാർക്കാണ് ഇതങ്ങോട്ട് പ്രയോജനപ്പെട്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഇതങ്ങനെ ആകുമെന്നല്ല, എന്നാലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫയലുമായിട്ട് ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. അന്നേരം മിനിസ്റ്റർ ആണെങ്കിൽ ആൻ്റണിയോട് പറയുന്നുണ്ട് കളക്ടർ പറഞ്ഞത് മുഖവരയ്ക്ക് എടുക്കണ്ട, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മിനിസ്റ്റർക്ക് നല്ലൊരു കൈക്കൂലി കൊടുത്ത് അവരുടെ ആ ഒരു ബിസിനസ് തന്നെയാണ് അവിടെ കെട്ടിപ്പൊക്കാനായിട്ട് പോകുന്നത്. സർക്കാരിൻ്റെ ഭൂമി അവരിങ്ങനെ ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ സ്വന്തമാക്കിയിട്ട് അവരുടെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള ഐഡിയ തന്നെ, അങ്ങനെ ഒരു ഐഡിയ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ശാലിനിയുടെ ക്യാബിനിലേക്ക് ആൻ്റണിയും ഡേവിസും കൂടി മാഡം എന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് മാഡം ഇത് ഈ ഒരു പ്രോജക്റ്റ് പ്ലാമൂട്ടിൽക്കാരെ ആഗ്രഹിച്ചത് തന്നെയാണ്, അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയക്കാരെ ഇടപെടുത്താതെ നേരിട്ട് മിനിസ്റ്ററെ കൊണ്ട് പറഞ്ഞ് ഇതിലേക്ക് വന്നത്. മിനിസ്റ്റർ നടത്തി തരാമെന്നുള്ള ഉറപ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാഡമായിട്ട് അതിന് ഇടങ്കോലിടരുത് എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അവരുടെ സ്വഭാവം ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ ഒന്ന് കാലുമേറ്റിയ കസേരയിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൻ്റണി കസേരയിലേക്ക് ഇരിക്കാനുള്ള ചെയറിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഗുണം പിന്നെ രാഷ്ട്രീയക്കാർക്കൊന്നും ഉണ്ടാകാതെ മാഡത്തിന് നേരിട്ട് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ വന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു തരാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ശാലിനി പറയുകയാണ് നിങ്ങൾ ചെറുവള്ളി പാടത്തിൻ്റെ പേരെടുത്ത് ഇട്ടപ്പോഴേ ഇതിന് പിന്നിൽ വരാവുന്ന രാഷ്ട്രീയക്കാരുടെ മുഖങ്ങളൊക്കെ തെളിഞ്ഞതാണ്, വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് പിന്നെ ഞാനിത് എന്നിൽ നിന്നും ഒരു അനുകൂലമായുള്ളൊരു മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അതൊന്ന് മനസ്സിൽ വെച്ചോ. ആദ്യമേ പറയുകയാണ്, പെട്ടെന്ന് അവസാനം ഇത് കേൾക്കുമ്പോൾ ഷോക്ക് ആവണ്ട എന്നിങ്ങനെ പറയുകയാണ്. നല്ലതാണെങ്കിൽ മാത്രമേ സമ്മതിക്കുകയുള്ളൂ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഇവർക്കത് പിന്നെ നല്ല ഉദ്ദേശമല്ല എന്നുള്ള ശാലിനിക്ക് മനസ്സിലായിട്ട് തന്നെയാണ് പറയുന്നത്. അന്നേരം മാഡം എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡേവിസ് ആൻ്റണിയും കൂടി ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങിയിട്ട് ആൻ്റണി ആണെങ്കിൽ ഡേവിസോട്ട് പറയുകയാണ് നേരായ രീതിക്ക് നടത്തി തരുമെന്ന് തോന്നുന്നില്ല, ഒരിക്കൽ ഇവൾക്ക് നേരെ ഞാൻ നിറയൊഴിച്ചതാണ്, അന്നത് മാണിക്കോത്തുകാർക്ക് വേണ്ടി തന്നെയാണ്, പക്ഷേ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഒരിക്കൽ കൂടി അത് എടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് അന്ന് ആ ഒരു കോളനിയിൽ വെച്ച് പിന്നെ ശാലിനിക്ക് നേരെ ഒരു ഉണ്ടായല്ലോ, അന്ന് ശിവനാണല്ലോ രക്ഷിച്ചുകൊണ്ട് പോയത്, ആ ഒരു സന്ദർഭം ആൻ്റണി ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം കമലിനാണെങ്കിൽ ശിവൻ്റെ ആ ഒരു ലോഡ്ജിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് റിസപ്ഷനിൽ ചോദിച്ചിട്ട് റൂം ഏതാണെന്ന് ചോദിച്ച് അവിടത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം അകത്ത് ചന്ദ്രയാണെങ്കിൽ പ്രകാശിനോട് പറയുന്നുണ്ട് ഇതിപ്പം അടുത്ത് ഒരു തടവറ പോലെ ജയിൽ പുള്ളിയെ പോലെ എന്നൊക്കെ പറയുമ്പോൾ അതിനെ പ്രേമവും വിവാഹവും ആകുമ്പോൾ അങ്ങനെ തന്നെ എൻ്റെ ചേട്ടനല്ലേ സഹായിക്കാമെന്ന് ഏറ്റതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം പ്രകാശിനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമലൻ ചെന്ന് വാതിൽ മുട്ടുന്നുണ്ട്. അന്നേരം ആരാ എന്നിങ്ങനെ പ്രകാശൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ കമലൻ, പിന്നെ എൻ്റെ ആശാനാണ്
എവിടെയാണ് ശിവൻ എന്നിങ്ങനെ പറയുമ്പോൾ വാതിൽ തുറക്കുന്നുണ്ട്. അന്നേരം ചേട്ടൻ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ്റെ ഹോസ്പിറ്റൽ കേസുമായിട്ട് നിൽക്കുകയാണ്. ആശാനാണെങ്കിൽ നിങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നാണ്, ഉച്ചയ്ക്ക് ശേഷമല്ലേ രജിസ്ട്രേഷൻ, അപ്പോഴത്തേക്ക് ആശാൻ എത്തിക്കോളും, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുക എന്നിങ്ങനെ പറയും. ഇവിടത്തേക്ക് ആരും അന്വേഷിച്ചൊന്നും വരില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ഭക്ഷണത്തിൻ്റെ പൊതി കൊടുത്തിട്ട് കമലിന് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം അവർ വീണ്ടും ഡോർ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം കമലിനാണെങ്കിൽ തിരിച്ചിങ്ങനെ റിസപ്ഷനിൽ വന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കമലിനൊരു ഫോൺ വരികയാണ്. അന്നേരം ഫോൺ വന്നിങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഈ SI സോമശേഖരൻ്റെ പോലീസ് വണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അന്നേരം ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കമലിനാണെങ്കിൽ ഫോൺ വെക്കുന്നുണ്ട്. അന്നേരം എന്താടാ ഇവിടെ, വല്ല ചുറ്റിക്കളി വല്ലതും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരാളെ കാണാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇവിടെ ഒരിത്തിരി വശപ്പശയുള്ള ലോഡ്ജാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആശാനെ കാണാൻ വന്നതാണെന്ന് പെട്ടെന്ന് ഇങ്ങനെ കമലൻ പറഞ്ഞങ്ങ് പോകുന്നുണ്ട്. അന്നേരം അപ്പോൾ നിൻ്റെ ആശാൻ എവിടെയാണല്ലേ താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നീ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ആശാൻ്റെ താമസിക്കുന്നിടം ഒന്ന് കാണണമല്ലോ, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് അവർ പോലീസുകാരെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. പക്ഷേ അവരൊക്കെ കണക്കുകൂട്ടി തന്നെയാണ് വന്നത്, വനിതാ കോൺസ്റ്റബിൾ വരെ ആയിട്ടാണ് വന്നിരിക്കുന്നതൊക്കെ. എന്നിട്ട് റിസപ്ഷനിൽ വന്നിട്ട് രജിസ്റ്റർ കാണിക്കണമെന്ന് പറയുകയാണ്. അന്നേരം ആ റിസപ്ഷനിലെ ആ പയ്യനെ ആകപ്പാടെ പേടിച്ചാണ് നിൽക്കുന്നത്. അന്നേരം എന്താണോ ഒരു പരുങ്ങൽ, എന്തെങ്കിലും കുഴപ്പക്കേസ് ഉണ്ടോ എന്ന് ചോദിക്കണം. അന്നേരം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം അങ്ങനെ തന്നെ പറയണം, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ താൻ എവിടെയാണ് കിടക്കുന്നതെന്ന് പിന്നീട് ഉള്ള കാര്യം അറിയാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ശിവൻ്റെ റൂം ഏതാണെന്ന് ചോദിച്ച് റൂം നമ്പർ പറഞ്ഞുകൊണ്ട് കമലിനെയും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അന്നേരം ഒന്നുമില്ല എന്നൊക്കെ കമലിനെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇങ്ങോട്ട് വാടോ എന്നും പറഞ്ഞ് കമലിനെ ഷർട്ടിൻ്റെ കോളറിനെ പിടിച്ച് തൂക്കിക്കൊണ്ടാണ് പോകുന്നത്. റൂമിൻ്റെ മുമ്പിൽ എത്തിയിട്ട് വിളിക്കാൻ പറയുകയാണ്. അന്നേരം അവരവിടെ ബിരിയാണി ഭക്ഷണം ഇങ്ങനെ എടുത്തിട്ട് ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം എനിക്കിത് വേണ്ടാന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കഴിച്ചേ മതിയോ എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് കമലൻ ചെന്ന് ഡോർ മുട്ടുന്നത്. അന്നേരം വീണ്ടും ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ കമലൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആശാൻ്റെ എന്നിങ്ങനെ പറയുമ്പോൾ വാതിലങ്ങ് തുറക്കുകയാണ്. തുറക്കുമ്പോൾ പെട്ടെന്ന് കാണുന്നത് ഈ പോലീസുകാരെയും കമലിനെയും ഒക്കെയാണ്. അവർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം അതിനു മുമ്പ് റിസപ്ഷനിൽ ചോദിക്കുമ്പോൾ ആ റിസപ്ഷനിലെ ആ പയ്യൻ പറയുന്നുണ്ട് അവിടെ 2 പേരുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കമലിന് വീണ്ടും വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ 2 പേരെ അകത്തിരുത്തിയിട്ട് അപ്പോൾ നീ അവർക്ക് സേവ ചെയ്ത് കൊടുക്കുകയാണല്ലേ, എന്നിട്ട് 2 എണ്ണം അടിക്കാനായിട്ട് ചെറുതൊരെണ്ണം അടിക്കാനായിട്ട് നീ പുറത്തേക്ക് ഇറങ്ങിയാണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ചെല്ലുന്നതൊക്കെ. അന്നേരം അപ്പോൾ ശിവനാണെങ്കിൽ ഇവിടെ റൂം എടുത്തിട്ട് ഇവിടെ ഇമ്മോറൽ ട്രാഫിക് നടത്തുകയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നുമല്ല സാറേ, ഇത് ആശാൻ്റെ പെങ്ങളാണ്, വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരുടെ രജിസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ പിടിക്കപ്പെടുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പെങ്ങളെ ലോഡ്ജിലാണോ അവിടെ താമസിപ്പിക്കുന്നത്, അപ്പോൾ നീ കൂട്ടിക്കൊടുപ്പുകാരനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാറേ അനാവശ്യം പറയില്ലെന്നിങ്ങനെ കമലൻ പറയുമ്പോൾ കമലിൻ്റെ കണ്ണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ വെച്ച്. എന്നിട്ട് പിടിച്ച് കയറ്റടോ 2 എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ബിരിയാണി ഇങ്ങോട്ട് കോൺസ്റ്റബിൾ, അവളുടെ ബിരിയാണി എന്നും പറഞ്ഞ് കോൺസ്റ്റബിൾ അത് വാങ്ങിച്ച് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ഇവരെ പ്രകാശനെ പോലീസൊക്കെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അന്നേരം സാർ ഞാൻ പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല എന്ന് കമലിനും പ്രകാശനും മാറി മാറി പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്രയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് റിസപ്ഷൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെയ്ത തെറ്റെന്താ എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ ചോദിക്കുന്നുണ്ട്. അന്നേരം എല്ലാം ചെയ്ത് വെച്ചിട്ട് നിനക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, ആണും പെണ്ണും കൂടി ലോഡ്ജിൽ മുറി എടുക്കുന്നത് എന്തിനാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വീണ്ടും അങ്ങ് ആക്ഷേപിച്ച് സംസാരിക്കുകയാണ്. അന്നേരം ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ അവനങ്ങോട്ട് പറഞ്ഞു കൊടുന്ന് ഒരു കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്. എന്നിട്ട് സോമശേഖരൻ ഇങ്ങനെ ഒരു ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് മാറുമ്പോൾ കമലിനാണെങ്കിൽ പിന്നാലെ സാറേ എന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട്. പക്ഷേ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ആകെ കരഞ്ഞു നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകും. റസാഖ് പിന്നീട് മഹേന്ദ്രനെ വിളിച്ച് അറിയിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.